നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ കർക്കിടക മാസം ആരംഭമാകുകയാണ്. മറ്റൊരു രാമായണ മാസത്തിലേക്ക് നമ്മൾ കടക്കുന്നു. നാളത്തെ ദിനം മുതൽ രാമായണ പാരായണത്തിൻ്റെ ശീലുകളായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മുടെ കാതുകൾക്ക് ഇമ്പമേകുന്ന, കാതുകൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളെ ഭക്തിസാന്ദ്രമാക്കുന്ന ആ ഒരു രാമായണ മാസത്തിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോൾ നാളത്തെ ദിവസം എല്ലാ നക്ഷത്രക്കാരും എല്ലാ മനുഷ്യരും ക്ഷേത്ര ദർശനം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെയധികം ഭാഗ്യദായകമാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കർക്കിടക മാസമാണ്, ഒരു പഞ്ഞമാസം കൂടിയാണ് കർക്കിടകം. അപ്പോൾ ആ പഞ്ഞമാസത്തിൽ നമ്മളിലേക്ക് വളരെയധികം മാറ്റങ്ങൾ, ആ പഞ്ഞം അതായത് ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി നമ്മളുടെ ജീവിതത്തിലേക്ക് ക്ഷേമവും ഐശ്വര്യവും വരണം എന്ന പ്രാർത്ഥനയോടുകൂടി നടത്തുന്ന ക്ഷേത്ര ദർശനം നാളത്തെ ദിവസം വളരെയധികം ഫലവത്തായി മാറുന്നതാണ്. കൂടാതെ മറ്റൊരു മലയാള മാസം കൂടിയാണ് വരുന്നത്, 1-ാം തീയതിയാണ്. ആ 1-ാം തീയതിയെ വരവേൽക്കുക. ആ 1-ാം തീയതി ആ ഒരു ദിനങ്ങൾ, ആ 30 ദിനങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടവും ഭാഗ്യവും തരണം. പിന്നീട് വരുന്നത് ചിങ്ങമാസമാണ്. അപ്പോൾ തുടർന്നും ചിങ്ങമാസത്തിലും വളരെയധികം ഭാഗ്യദായകമായ സമയങ്ങളും നേട്ടങ്ങളും കാലങ്ങളും ഒക്കെയാണ് എല്ലാവർക്കും വന്നു ചേരാനൊക്കെ പോകുന്നതിന് മുന്നോടി എന്നോണം ഈ കർക്കിടക മാസത്തിൽ തന്നെ നമ്മൾ വളരെയധികം ഭാഗ്യത്തോടെ അല്ലെങ്കിൽ വളരെയധികം ശുദ്ധിയോടെയും വൃത്തിയോടെയും വരവേൽക്കേണ്ടതും അത്യാവശ്യമാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് രാമായണ പാരായണം തുടങ്ങുക, പാരായണം നടത്തുക, കഴിയുന്നതുപോലെ അല്പം തെറ്റുകളൊക്കെ വന്നാലും ആ തെറ്റുകുറ്റങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇവിടെ വരും ദിനങ്ങളിൽ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന അല്ലെങ്കിൽ ജീവിതം ഒന്ന് മാറിമറിയാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്പത്തിനൊരു കുറവും വരുന്ന സമയമല്ല, ഐശ്വര്യം വന്നു ചേരുന്ന സമയം തുടങ്ങാൻ പോവുകയാണ്. സാമ്പത്തികമായുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി വളരെ നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം കടന്നു വരാൻ പോകുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും. നടക്കില്ല എന്ന് കരുതിയിരിക്കുന്ന കാര്യങ്ങൾ വരെ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയമായി ഈ ഒരു മാസത്തിൽ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ മുന്നേയുള്ള വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട്. ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുകയാണ്. വളരെയധികം സാമ്പത്തിക നേട്ടം, ദാമ്പത്യ ദുഃഖങ്ങൾ ഒഴിഞ്ഞ് സാമ്പത്തികമായി വളരെയധികം മാറ്റം, കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം എന്നിവ വന്ന് സംജാതമാകാൻ പോകുന്ന സമയത്തോടാണ് നാളെ മുതൽ നിങ്ങൾ അടുക്കുന്നത്. വളരെയധികം ഭാഗ്യം വന്നു ചേരാൻ പോകുന്ന ആ 5 നക്ഷത്രക്കാർ ആരൊക്കെ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ജീവിതത്തിൽ വളരെയധികം ഭാഗ്യത്തിൻ്റെ ദിനങ്ങൾ തുടങ്ങാൻ പോകുന്ന നക്ഷത്രക്കാരിൽ 5 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തിരുവോണമാണ്. സ്വപ്ന ജീവിതം, സ്വപ്നം കണ്ട ഒരു ജീവിതം. ഏത് മനുഷ്യരും ഒരു ജീവിതം സ്വപ്നം കാണാറുണ്ട്, എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കഴിയുന്ന ജീവിതം. പക്ഷേ സ്വപ്നം കണ്ടത് തന്നെയാണോ ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പൂർണ്ണമായി അല്ല എന്നൊരു ഉത്തരം തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. എങ്കിലും നമ്മൾ സ്വപ്നം കാണാറുണ്ട്. സ്വപ്നങ്ങളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകവും. ഇവിടെ നിങ്ങളുടെ ഒരുപാട് നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്ന പല സ്വപ്നങ്ങളും പൂവണിയാൻ പോവുകയാണ്. മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കാണുന്നവരാണ് നമ്മൾ ഏത് മനുഷ്യരും. ഒരുപാട് കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അതിൽ ഭൂരിഭാഗം കാര്യങ്ങളും നടത്തി എടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് പരിശ്രമങ്ങൾ നടത്താറുമുണ്ട്. എന്നാലൊക്കെ അത് എല്ലാം സാധ്യമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാവും ഉത്തരവും. ഇവിടെ നിങ്ങളുടെ ഒരുവിധം ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു എന്ന ഒരു സമയത്തോടാണ് നിങ്ങൾ നാളെ മുതൽ എത്തിച്ചേരുന്നത്. ജീവിതത്തിൽ വളരെ വലിയ മംഗളകർമ്മങ്ങൾക്കൊക്കെ സ്ഥാനം വഹിക്കാനും കാർമ്മികത്വം വഹിക്കാനും മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കാനും ഒക്കെ യോഗം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം തിരുവോണം നക്ഷത്രക്കാരായ ആളുകളുടെ ഗൃഹത്തിൽ വിവാഹവും അല്ലെങ്കിൽ നിശ്ചയം അല്ലെങ്കിൽ ഒരു പുതുഗൃഹവാസം അല്ലെങ്കിൽ പുതുവാഹന യോഗം എന്നിവയൊക്കെ കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങൾ നടക്കാൻ യോഗം കാണുന്നുണ്ട്. കൂടാതെ നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിലെ സന്തോഷം തിരികെ വരാൻ പോകുന്ന സമയം കൂടിയാണ് നാളെ മുതൽ ആരംഭമാകുന്നത്. അടുത്ത 2ാമത്തെ നക്ഷത്രമായി വരുന്നത് ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യത്തിൻ്റെ സമയമാണ് ആരംഭമാകുന്നത്. ധാരാളം സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ തുടങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് ഈ കർക്കിടക മാസത്തോടു കൂടി വന്നെത്തുന്നത്. ഇതുവരെ അനുഭവിച്ച ഒരുപാട് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ആരും കാണാതെ കരഞ്ഞു തീർത്ത കണ്ണീരുകൾ എന്നിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ ഒരു അവസരം നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അതിൻ്റേതായ ഒരു സാമ്പത്തിക മാറ്റം, ഒരു ഉന്നതി, വളരെ വലിയ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ഇതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ നാളെ മുതൽ വന്നു ചേരുന്നു. കുടുംബത്തിൽ സമാധാനം വന്നു ചേരുന്നതാണ്. മാനസികമായി ഒരുപാട് ഉല്ലസിക്കാനുള്ള അല്ലെങ്കിൽ മാനസിക ഉല്ലാസങ്ങൾ വർദ്ധിക്കുന്നതാണ്. മെച്ചപ്പെട്ട ഒരു ആരോഗ്യം കൂടി നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണിത്. 3ാമത്തെ നക്ഷത്രമായി വരുന്നത് വിശാഖമാണ്.
വിദേശ ജോലിക്കുള്ള അല്ലെങ്കിൽ വിദേശ പഠനത്തിനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ധാരാളം ഐശ്വര്യം വന്നു ചേരുന്ന, ധാരാളം നേട്ടങ്ങൾ, ധാരാളം ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉയർച്ചയുടെ സമയമാണ്. നിങ്ങൾക്ക് കുബേര യോഗമാണ് വരുന്നത്. അപ്പോൾ ഭഗവാൻ കുബേരനെ മനസ്സിൽ ഒന്ന് സ്മരിക്കുക. പണമൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയങ്ങളിൽ ഇത് ഇരട്ടിയായി വീണ്ടും എന്നിലേക്ക് എത്തണം, ധനം വീണ്ടും എന്നിലേക്ക് വർദ്ധിക്കണം എന്ന പ്രാർത്ഥനയോട് വേണം ധനം കൈകാര്യം ചെയ്യുവാനായിട്ട്. ഇവിടെ വച്ചടി നേട്ടം, ഭാഗ്യം, ഐശ്വര്യം, ഉയർച്ച എന്നിവയിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് വിശാഖം നക്ഷത്രക്കാർക്ക്. കൈവയ്ക്കുന്ന ഏത് മേഖലയിലും ഉയർച്ച, നേട്ടം, ഭാഗ്യം, അതും ഇരട്ടി ഭാഗ്യം, ഇരട്ടി നേട്ടം, ഇരട്ടി ഐശ്വര്യം എന്നിവ വരുന്ന ഒരു കർക്കിടക മാസം അല്ലെങ്കിൽ മറ്റൊരു മലയാള മാസത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പോൾ നാളത്തെ ദിവസം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ക്ഷേത്ര ദർശനം നടത്തുക. ഗണപതി ക്ഷേത്ര ദർശനമാകാം, അല്ലെങ്കിൽ ദേവീക്ഷേത്രം, നിങ്ങളുടെ ഗൃഹത്തിനടുത്തായിട്ടുള്ള സ്ഥലദൈവം ഏതാണോ ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പേരും നാളും പറഞ്ഞൊരു അർച്ചനയൊക്കെ കഴിപ്പിക്കുക. ഗൃഹത്തിൽ തന്നെ പുഷ്പങ്ങളുണ്ടെങ്കിൽ അത് സ്വന്തം കൈകൊണ്ട് കെട്ടിയ മാല ഭഗവാന് ചാർത്തുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വളരെയധികം ഭാഗ്യവും ഐശ്വര്യവുമുള്ള സമയമാണിത്. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. എങ്കിലും ശാരീരികമായി അല്പം ബുദ്ധിമുട്ടുകൾ, വ്യതകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയും ഈ ഒരു വേളയിൽ കാണുന്നുണ്ട്. തൊഴിൽപരമായി ഉന്നതി, സാമ്പത്തിക നേട്ടം, ഒരു അഭിവൃദ്ധി, ഉയർച്ച എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും ആരോഗ്യപരമായി അല്പം സൂക്ഷിക്കേണ്ട സമയമാണ്. ചെറിയ വീഴ്ചകളോ ചെറിയ മുറിവുകളോ ഒക്കെ വന്ന് അല്പം ആശുപത്രിവാസം അല്ലെങ്കിൽ ആശുപത്രി പോകേണ്ട അവസ്ഥകളൊക്കെ വന്നു ചേർന്നേക്കാം. അപ്പോൾ അതിന് നിങ്ങളൊന്ന് മുൻകരുതൽ എന്നോണം. നിങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്, തെന്നി വീഴാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോകാനായിട്ടൊന്ന് ശ്രമിക്കുക. ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, ഗണപതി ഹോമം കഴിപ്പിക്കുക. അപ്പോൾ എല്ലാ വിഘ്നങ്ങളും മാറുന്നതാണ്. വളരെ നല്ലൊരു സമയമാണ്. സാമ്പത്തികമായൊക്കെ നല്ല സമയമാണെങ്കിലും ആരോഗ്യപരമായി അല്പം കൂടുതൽ കരുതൽ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൊടുക്കേണ്ട സമയം കൂടിയാണിത്. അടുത്ത നക്ഷത്രമായി വരുന്നത് പുണർദമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമായിരുന്നു അനുഭവിക്കേണ്ടി വന്നത്. ഇനി രാമായണ മാസമാണ് ആരംഭമാകാൻ പോകുന്നത്. അറിയാമല്ലോ, എല്ലാവിധ ദുഃഖങ്ങളും മാറി മറ്റൊരു നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ കടന്നു ചെല്ലാനായി പോകുന്നത്. വളരെയധികം ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത്. മുന്നേ ഉള്ള സമയങ്ങളിൽ അനുഭവിച്ച വിഷമങ്ങളെ ഓർത്ത് വീണ്ടും വീണ്ടും അത് തന്നെ ഓർത്തുകൊണ്ടിരിക്കാതിരിക്കുക. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഈ ബുദ്ധിമുട്ടുകളെ എത്തിക്കുന്നത്. കഴിഞ്ഞ സമയങ്ങളിൽ തരണം ചെയ്തു പോയ ഒരുപാട് വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ആകെ വല്ലാതെ പിടിച്ച് ഉലച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിഷമങ്ങളെ ഓർത്ത് വീണ്ടും സമയം കളയുകയല്ല, ദൈവീക കാര്യങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുചെന്ന് എത്തിക്കുക, നാമങ്ങൾ കേൾക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ മനസ്സിലേക്ക് ഒരു പോസിറ്റിവിറ്റി എത്തുന്നതാണ്. ഇവിടെ പോസിറ്റിവിറ്റിയാണ് നിങ്ങൾക്ക് വളരെയധികം അത്യാവശ്യം. കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് അല്പം ആകുലതകൾ അല്ലെങ്കിൽ ഏത് കാര്യത്തിനും അല്പം ഭയത്തോടെയൊക്കെ നോക്കി കാണുന്ന ഒരു സ്വഭാവമുണ്ട്. അത് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക. ഭയത്തോടെ നോക്കേണ്ട കാലം കഴിഞ്ഞു നിങ്ങൾക്ക്. ഇനി എല്ലാത്തിനും വിജയം തന്നെയായിരിക്കും. സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും വരുന്ന സമയമാണ്. സാമ്പത്തികമായി വളരെയധികം ഉയർച്ച ഉണ്ടാകും. കേസ്, തർക്കങ്ങൾ, വഴക്ക് എന്തെങ്കിലും കോടതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ രമ്യതയാക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അത് സംസാരിച്ച് രമ്യതയിലായി മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ള ടെൻഷനുകളാണ് ഇപ്പോൾ നിങ്ങളെ ഒരുപാട് വലിക്കുന്നത്. കേസും വഴക്കും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആർക്കായാലും മാനസികമായി അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസം, അതിലുപരി പേടി, ഭയം ഇതൊക്കെ മനസ്സിനെ ബാധിക്കും. അപ്പോൾ ഈ ഒരു സമയം രക്ഷിക്കാനായി കഴിയുന്ന ഭഗവാന് മാത്രമാണ്. ഭഗവാനെ പ്രാർത്ഥിക്കുക, മന്ത്രോച്ചാരണങ്ങൾ ജപിക്കുക, ക്ഷേത്രത്തിൽ പോവുക. ആ ക്ഷേത്രാങ്കണത്തിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ മനസ്സിൻ്റെ എല്ലാവിധ നെഗറ്റീവ് എനർജികളും പുറത്താക്കി അവിടേക്കൊരു പോസിറ്റീവ് ഊർജ്ജം വന്നു ചേരുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നാളത്തെ ദിവസം നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക. ജീവിതത്തിൽ വളരെയധികം വിജയവും ഭാഗ്യവും കടന്നു വരാൻ പോകുന്ന സമയമാണ്. അപ്പോൾ വിഷമിച്ചിരിക്കുകയോ ഖേദിച്ചിരിക്കുകയോ കഴിഞ്ഞതിന് ഓർത്തിരിക്കുകയോ വേണ്ടുന്ന ഒരു സമയമല്ല. അതൊക്കെ മറന്നേക്കൂ. ഇനി വരാൻ പോകുന്ന നാളുകളെ ഓർത്തിരിക്കുക. അതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വളരെ വലിയ ഒരു ദുരിതക്കയത്തിൽ നിന്നുള്ള ഒരു ഉയർച്ചയുടെ സമയം കൂടിയാണ് ഈ 5 നക്ഷത്രക്കാർക്കും നാളെ മുതൽ ആരംഭമാകാനായി പോകുന്നത്.